പ്രിയമുള്ളവരെ, ഈ ഒരു ദിവസം നമുക്ക് ദാനമായി തന്ന കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാം. പരിശുദ്ധ കന്യാമറിയം പറഞ്ഞതുപോലെ, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കും. കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് ഒരു ദിവസം കർത്താവ് നമുക്ക് നൽകിയിരിക്കും. പരിശുദ്ധ കന്യാമറിയം തിരുസഭയുടെ മാതാവാണെന്ന് പ്രഖ്യാപിച്ച ഒരു ദിവസമാണിന്ന്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയം ശിഷ്യന്മാരോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ആത്മാവിനെ ആ നിറവോടുകൂടി പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോടൊന്നു ചേരുകയും അവർക്ക് അത്ഭുതകരമായി പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഒരുക്കുകയും ചെയ്യും. ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും അമ്മയായി മാറുന്നത് കുരിശിൻ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയുടെ പ്രതിനിധിയായ യോഹന്നാന് ഈശോ കുരിശിൽ വെച്ച് നൽകിയതാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ അമ്മയുടെ മാധ്യസ്ഥം ലഭിച്ചുകൊണ്ടും കൃപയാൽ നിറയുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. ഈശോയെ, പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ നിറയുവാൻ, കൃപയുടെ നിറവായിട്ട് മാറുവാൻ, ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ശക്തിപ്പെടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയെപ്പോലെയുള്ള ആർദ്രമായ സ്വഭാവം, എളിമയുടെ അരൂപി, മാതൃഭാവം, കുറവുകളുള്ളിടത്ത് ഓടിയെത്തുന്ന സ്വഭാവം, ശുശ്രൂഷ ആവശ്യമുള്ളിടത്ത് ശുശ്രൂഷ ചെയ്യുന്ന അമ്മയുടെ സാന്നിധ്യം, ഇതെല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. ഇന്ന് അങ്ങ് നൽകിയ എല്ലാ കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഇതാ അങ്ങേക്ക് സമർപ്പിക്കും. ഈ ദിവസം മുഴുവനും ഞങ്ങൾ അമ്മയെ ഓർക്കുവാനായിട്ട് നൽകിയ ഓരോ അവസരത്തെയും ഓർത്ത് നന്ദി പറയും. അമ്മയുടെ വണക്കമാസം ആരംഭിച്ചതിന് ശേഷം 20 ദിവസങ്ങൾ ഞങ്ങൾ പിന്നിട്ടു. പരിശുദ്ധം ഓരോ ദിവസവും ഓരോ സുഹൃതങ്ങളിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ സ്വഭാവ ഗുണങ്ങളിലേക്ക് നയിക്കുകയാണ്. അമ്മേ മാതാവേ, ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. അങ്ങയുടെ ദൂതന്മാരെ കാവലിനായിട്ട് അയക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അങ്ങ് ശക്തിപ്പെടുത്തി പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.